ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സേമിയ കൊണ്ടുള്ള ഈ ഒരു സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 200 ഗ്രാം അളവിൽ സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ വറുത്തതായാലും വറുക്കാത്തതായാലും നമ്മൾ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഒരു 7-8 മിനിറ്റ് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. കാരണം നമ്മളിത് വേറെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല തിന്നായിട്ടുള്ള സേമിയ വേണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. നല്ല കനമുള്ള സേമിയ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വീറ്റ് കഴിക്കാനായിട്ട് പറ്റില്ല. നല്ല കനം ഉണ്ടെങ്കിൽ കടിച്ച് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിത് വെള്ളമൊഴിച്ചൊന്നും വേവിക്കുന്നില്ലല്ലോ. അപ്പോൾ നല്ല പോലെ തിന്നായിട്ടുള്ള സേമിയ വേണം നമുക്കിത് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 6-7 അല്ലെങ്കിൽ 8 മിനിറ്റ് വരെയെങ്കിലും നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3-3.5 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി പഞ്ചസാര പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുത്താലും മതി. മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറവോ കൂടുതലോ ഒക്കെ ആക്കാം. അപ്പോൾ എന്തായാലും ഇതൊരു സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു മധുരം വേണം. അപ്പോൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബദാമും കേശുവാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിനൊന്നും ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമുള്ള പാത്രത്തിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് അതിൽ സെറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ്. നമുക്ക് സാധാരണ ഒരു പ്ലേറ്റിൽ കുറച്ചൊന്ന് നെയ്യൊന്ന് തടവിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിങ്ങനെ ഒരുപാട് സമയം ഇരിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളിത് സെറ്റ് ചെയ്ത് അപ്പം തന്നെ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു ചെറിയ ബൗളിലാണ് ഇത് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കമഴ്ത്തി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പണി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തുള്ള ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്